ഈശ്വരശിയായ ഏറ്റവും പ്രിയബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയബഹുമാനപ്പെട്ട സന്യസ്തരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന തിരുനാൾ നാം ഇന്ന് ഭക്തിപൂർവ്വം ആചരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ ഉത്ഥാന സന്ദേശമാണ്. ആദ്യ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഉണരുക, പ്രക്ഷോഭിക്കുക, പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 60-ാം അധ്യായം 1-ാം വചനമാണ്. ഉണരുക, പ്രക്ഷോഭിക്കുക, പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ പറയുന്നത് ജെറുസലേമിനെ പറ്റിയാണ്. ജെറുസലേം ദേവാലയം ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഉണരുക, പ്രക്ഷോഭിക്കുക, പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനം നമ്മുടെ മേൽ ചൊരിയപ്പെട്ട പ്രകാശമാണ്. ഈ ഉത്ഥാന പ്രകാശത്തിൽ നടക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം. അങ്ങനെയാണ് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രകാശത്തിൽ എല്ലാവരും നടക്കുമ്പോൾ അവിടെ ദൈവരാജ്യമുണ്ടായി. ദൈവത്തിന്റെ പ്രകാശത്തിൽ എല്ലാവരും നടക്കുമ്പോൾ ദൈവരാജ്യമായി. അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന്റെ കൃപയും അതിനോടുള്ള നമ്മുടെ സഹകരണവുമാണ്. ഇപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്. ദൈവത്തിന്റെ കൃപയും ആ കൃപയോട് നമ്മുടെ സഹകരണവും. അപ്പോൾ ദൈവരാജ്യ അനുഭവമായി. ഈ ഒരു അനുഭവത്തിലാണ് സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, എന്റെ ഹൃദയം ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. ഹന്ന വളരെ വിനീതയായ ഒരു സ്ത്രീ, പ്രാർത്ഥന മാത്രമായിട്ട് ദേവാലയത്തിൽ കഴിച്ചു കൂട്ടിയവളാണ്. അവളാ പറയുന്നതാണ്, കർത്താവേ, എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ പറയുന്ന പോലെയാണ്, കർത്താവേ, എന്റെ ഹൃദയം ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ഉത്ഥാന തിരുനാളിൽ നമുക്കെല്ലാം കൈവന്ന സൗഭാഗ്യം അതാണ്. നമ്മുടെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. അതാണ് ഉത്ഥാനത്തിൽ നമുക്കെല്ലാം കൈവന്ന മഹാസൗഭാഗ്യം. വിനീതയായ ഹന്ന പറഞ്ഞു, അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ തല മുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസിയാണ്. അവളാണ് പറയുന്നത്, എന്റെ ശിരസ് ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചപ്പോൾ ദൈവം തന്നെ ഉയർത്തിയിരിക്കുന്നു. അതിന് കാരണമായിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനമാണ്. നമുക്കെല്ലാം ഇന്ന് സൗഭാഗ്യത്തിലായിരിക്കാൻ
സാധിക്കുന്നത് ഉത്ഥാന സൗഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. ഉത്തരനായ മിശിഹ നമ്മോടൊപ്പം ജീവിക്കുന്നതുകൊണ്ടാണ്. ഉത്ഥാനത്തിന്റെ സൗഭാഗ്യത്തിലേക്ക് ദൈവരാജ്യ അനുഭവം, അതിന് ദൈവത്തിന്റെ കൃപ പൗലോസ്ലീഹ റോമായർക്ക് ലേഖനത്തിൽ പറയുകയാണ്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപമുണ്ടായി ലോകത്തിൽ, അപ്പോൾ കൃപ അതിലേറെ വർദ്ധിച്ചു. ഇനിയും മരണം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നില്ല. പ്രത്യുത ഈശോ മിശിഹ വഴി ജീവൻ നമുക്ക് സമൃദ്ധമായിരിക്കുന്നു. ഈശോ മിശിഹയുടെ ഉത്ഥാനത്തിൽ ഈ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ ജീവന്റെ സമൃദ്ധിയെ കുറിച്ചാണ് നമ്മളെല്ലാം ചിന്തിക്കുകയും ദൈവസന്നിധിയിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നത്. കർത്താവായ ഈശോ മിശിഹ അവനിലൂടെ നമുക്കെല്ലാം കൈവന്ന ജീവനെ കുറിച്ച് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അതിരാവിലെ ശവകുടീരത്തിലേക്ക് പോയിരുന്ന മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും, ഈ സ്ത്രീകളാണ് ശവകുടീരത്തിലേക്ക് പോകുന്നത്. ഇതിരാവിലെ അവര് ശവകുടീരത്തിലേക്ക് പോയി ഈശോയുടെ ശരീരത്തെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പൂശണമെങ്കിൽ ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റേണ്ടത്? ജൂതന്മാര് ഈശോ പരസ്യജീവിതത്തിൽ പറഞ്ഞിരുന്നു, അവൻ പീഡ അനുഭവിക്കും, വധിക്കപ്പെടും, എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജൂതന്മാർ പറയുന്നത് അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് പറയും ഉയർത്തെഴുന്നേറ്റു എന്ന്. അതുകൊണ്ട് വലിയൊരു കല്ല് ഈ ശവകുടീരത്തിന്റെ മുകളിൽ അവരെ വെച്ചു. മനുഷ്യർക്കാർക്കും നീക്കം ചെയ്യാൻ പറ്റാത്ത വലിയ ഒരു കല്ല്. അതുകൊണ്ട് ഈ സ്ത്രീകൾ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്, ഈ കല്ലെങ്ങനെ ഉരുട്ടി മാറ്റും, ഇത് മാറ്റിയിട്ട് വേണ്ടേ ഈശോയുടെ ശരീരത്തെ സുഗന്ധദ്രവ്യം പൂശുവാൻ. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു അവരെ സംബന്ധിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് അവര് കാണുന്നത് ഈ കല്ല് മാറിയിരിക്കുന്നു, കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ദൂതൻ അവിടെ കാണപ്പെട്ടു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവേ എന്ന് എനിക്കറിയാം. അവൻ അരുൾ ചെയ്തതുപോലെ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. കർത്താവ് ഉത്ഥാനം ചെയ്തു. ഇതായിരുന്നല്ലോ ആദിമസഭയുടെ വലിയ പ്രഘോഷണം. ആദിമസഭയില് ക്രിസ്ത്യാനികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു, സമാധാനം. ഇതാണ് അവർ പറഞ്ഞിരുന്നത്. നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു, സമാധാനം. ആ ഉത്തരം നൽകുന്നത് ഈ സമാധാനമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ക്രൈസ്തവരെ പരസ്പരം അഭിവാദനം ചെയ്തിരുന്നത്. അതിലായിരുന്നു അവരുടെ പ്രഖ്യാപനം, ഉറച്ച വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ പീലാത്തോസിന് പ്രത്യക്ഷപ്പെട്ടില്ല, ഹെരോദേസിന് പ്രത്യക്ഷപ്പെട്ടില്ല, സിനഗോഗിലെ യഹൂദ പ്രമാണിമാർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ പ്രത്യക്ഷപ്പെട്ടത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അവൻ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്ഥാനം ചെയ്തവനെ കാണാൻ പറ്റിയത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അങ്ങനെയാണ് ഉത്ഥാനം ചെയ്തവനെ കണ്ടവരാരാണ്? അവന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ അവരെ വിശ്വസിച്ചു. ഈശോയുടെ ശിഷ്യന്മാര് വിശ്വസിക്കുന്നവർക്കാണ് ഉത്ഥാന സൗഭാഗ്യം, വിശ്വസിക്കുന്നവർക്കാണ്
ദൈവരാജ്യ അനുഭവം. വിശ്വസിക്കുന്നവർക്കാണ് കൃപാവരത്തിന്റെ നിറവുണ്ടാവുന്നത്. വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുക, ഈ ഒരു സത്യമാണ് പൗലോസ്ലീഹായി പറയുന്നത്. നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ ജീവിതവും വ്യർത്ഥം. ഉത്ഥാനത്തിന്റെ അടിസ്ഥാനമാണ് നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ ഈ വിശ്വാസത്തെ ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം ജീവിക്കുന്നവനാണ് എന്ന് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്. ഈ ജീവിക്കുന്ന ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം, ഈ ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിലുള്ള ആശ്രയത്വവും ആഴമായ വിശ്വാസവുമാണ് ലോകത്തെ ഈശ്വരയിലേക്ക്, രക്ഷകനായ ഈശ്വരയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം ഈ ഒരു പ്രഖ്യാപനം ആയിരിക്കണം. കർത്താവ് ഉത്ഥാനം ചെയ്തു, അവന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, സമാധാനം നിങ്ങളുടെ കൂടെയാണ്. താൻ ചെയ്തവൻ നൽകുന്നത് ഈ സമാധാനമാണ്. ഈ സമാധാനത്തിലാണ് വസിക്കുന്നത്. അതിനിടയാകുന്ന അനുഭവം കൃപയുടെ സമൃദ്ധിയാണ്. ഇനി മുതൽ ലോകത്തിൽ മരണം ആധിപത്യം പുലർത്തുന്നില്ല. മിശിഹായുടെ ഉത്ഥാനത്തോടുകൂടി കൃപയാണ് ഈശോ മിശിഹ വഴി സമൃദ്ധമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൃപയുടെ നിറവിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഈശോ മിശിഹ വഴി നമുക്കെല്ലാം യോഗ്യത കൈവന്നു. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി. ഈ കൃപയോട് നമ്മൾ സഹകരിക്കണം. ഉത്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ ദൈവം കൃപ തരുന്നു. ആ കൃപയോട് നാം സഹകരിക്കുന്നു. കഴിഞ്ഞ ഉത്ഥാന തിരുനാളിൽ ഒരാളോട് പറഞ്ഞതാണ്, ഒരു കുടുംബത്തില് 5 മക്കള് അവര് സ്വത്ത് ഭാഗം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ പിണക്കത്തിലാണ്. 16 വർഷമായിട്ട് ഈ 5 സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടില്ല. അവരാരും ഈ സഹോദരങ്ങളെ വീട്ടിലേക്ക് പോകില്ല, മക്കളെയും വിടില്ല. അതുപോലെ ശത്രുതയാണ്. സ്വത്ത് ഭാഗം ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് ഈ ശത്രുതയ്ക്ക് കാരണം. അതിനിടയിൽ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി. 16 വർഷമായിട്ട് ശത്രുതയിൽ നിൽക്കുകയാണ്. ഒരു ഉത്ഥാന തിരുനാളിൽ മൂത്ത മകൻ, ഈ സഹോദരന്മാരിൽ മൂത്തവൻ ഇളയ വീട്ടിലേക്ക് ചെന്നു. സഹോദര, ഇനി നമുക്ക് സ്നേഹത്തിൽ ജീവിക്കണം. ഇനി ശത്രുതയിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഓർക്കണം, തിരുത്തണം. ആർക്കെങ്കിലും സ്വത്ത് ഭാഗം ചെയ്തപ്പോൾ കിട്ടാതെ പോയി നീതി കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഞാൻ കൊടുക്കാം. മൂത്തവൻ പ്രഖ്യാപിച്ചു, എനിക്ക് വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതമാണ്. ഒരപ്പന്റെ അമ്മയുടെ മക്കള് പരസ്പരം കലഹിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവര് മാത്രമല്ല, അവരുടെ പിൻതലമുറയിൽ കുഞ്ഞുങ്ങളെ പോലും സഹോദരങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്നില്ല. അങ്ങനെ ശത്രുത തലമുറകളിലേക്ക് നീളുകയാണ്. അതിന്റെ ഫലമായിട്ട് കുടുംബങ്ങൾ ക്ഷയിച്ചു പോവുകയാണ്. ദൈവം സ്നേഹമില്ലെങ്കിൽ അവിടെ ദൈവം ഇല്ല. സ്നേഹമില്ലെങ്കിൽ അവിടെ ദൈവമില്ല. കാരണം ദൈവം സ്നേഹമാണ്. ഈ സത്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ടാണ് മൂത്ത മകനും ഉത്ഥാന തിരുനാളിൽ തീരുമാനമെടുത്തു, ദൈവരാജ്യ അനുഭവത്തിന് സാക്ഷി
ചെയ്യാൻ വേണ്ടി ക്ഷമിക്കാൻ ഓർക്കാം. ആർക്കെങ്കിലും കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുക്കാം. കർത്താവായ ഈശോ മിശിഹായെ പ്രതി, അവന്റെ സ്നേഹത്തെ പ്രതി ഉണ്ടാകുന്ന നഷ്ടം ദൈവരാജ്യ അനുഭവത്തിൽ നേട്ടമാണെന്ന് എനിക്ക് ഉറപ്പായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യ അനുഭവം കൃപ കിട്ടി, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് ജീവൻ ഉണ്ടായി. ഈശോയുടെ ഉദ്ധാന തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കെല്ലാം സ്നേഹത്തിന്റെ വസന്തം, പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും ദൈവത്തിൽ സന്തോഷിക്കാനും സാധിക്കും. ഉദ്ധാന സന്തോഷവും സമാധാനവും വർദ്ധിക്കാനായിട്ട് കഴിയുക. മറ്റൊരു വീട്ടിലെ പ്രശ്നം ഇതാണ്. അയൽക്കാർ തമ്മിൽ ശത്രുതയിലാണ്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് അയൽക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഒരു നടക്കാനുള്ള വഴി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴി ചോദിച്ചിട്ട് കിട്ടുന്നില്ല. വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ വഴി കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ അയൽക്കാരൻ സഹോദരൻ ഒരു ദിവസം പറഞ്ഞു, വഴി ആവശ്യപ്പെട്ട സഹോദരനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ വഴി തരാം. ഉദ്ധാന അനുഭവമാണ്. ഉദ്ധാന തിരുനാളിൽ മനുഷ്യനെ ദൈവം മാറ്റുകയാണ്. ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുകയാണ്. പകല് പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്. 20 വർഷമായിട്ട് ശത്രുതയിൽ കഴിഞ്ഞ സഹോദരങ്ങൾ ഒരു വഴിയുണ്ടായി. വഴിയുണ്ടായപ്പോൾ ഇരു കൂട്ടർക്ക് സന്തോഷം. അവിടെ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുക. ഈ ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയും നമ്മുടെ സഹകരണവും, ഇത് രണ്ടും ഒരുമിക്കുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ പ്രകാശത്തിൽ മനുഷ്യൻ നടക്കണം. ശത്രുതയിലായിരിക്കുന്നവൻ അന്ധകാരത്തിലാണ്. അവൻ പ്രകാശത്തിലല്ല. അവൻ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടക്കണം. ഇതുപോലെ ഒരാൾ എന്നോട് പറഞ്ഞു, 2023 ഉദ്ധാന തിരുനാളിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് മദ്യപാനിയായിരുന്ന ഞാൻ ഇനി മുതൽ മദ്യപാനില്ല. കൃപ കിട്ടി കൃപയോട് സഹകരിച്ചു. മകളുടെ ആ കുർബാന സ്വീകരണത്തിൽ മകൾ അപ്പന്റെ കാലം പിടിച്ച് പറഞ്ഞു, അപ്പച്ച എന്റെ ആദ്യ കുർബാനയാണ് നാളെ, അപ്പച്ചൻ കുടിക്കരുത്. സമ്മതിച്ചില്ല. ആ കുഞ്ഞിന്റെ നിലവിളി പരിഗണിക്കാതെ പോയി കുടിക്കാൻ തയ്യാറായി മനുഷ്യൻ എന്ന് പറയുകയാണ്. 2023 മുതൽ ഞാൻ ഒരിക്കലും ഇനി വന്നിരിക്കില്ല. ഉദ്ധാന തിരുനാളിന്റെ അനുഭവത്തിൽ ദൈവരാജ്യ അനുഭവമാണ്. ഉദ്ധാനം ചെയ്ത ഈശോ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. പാപത്തിന്റെ ആകർഷണത്തെക്കാൾ ഏറെ ദൈവത്തിന്റെ സ്നേഹം അവനെ വലയം ചെയ്തപ്പോൾ പുറന്തോട്, ലഹരിയുടെ മദ്യത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് അവനെ കഴിയും. ഇങ്ങനെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ ഈശോ പീഡ സഹിച്ചു, മരിച്ചു, ഉദ്ധാനം ചെയ്തു. എല്ലാവർക്കും പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപാവസ്ഥയിൽ നിന്ന് കർത്താവായ ഈശോയിൽ കൃപാകരത്തിന്റെ നിറവിൽ നിത്യജീവനിലേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ്. അതാണ് ഉദ്ധാനം ചെയ്ത ഈശോയിലൂടെ ലഭിക്കപ്പെട്ട സൗഭാഗ്യം. ഇത് അനുഭവിച്ചറിയുക. കർത്താവായ ഈശോ ജീവിപ്പിക്കുന്നവനും ജീവിക്കുന്നവനും ഈ ഒരു വിശ്വാസമാണ് നമ്മെ നയിക്കുന്നത്. ഈ നാളുകളെല്ലാം മലയിൽപ്പാറയില്ലായെങ്കിൽ പല സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരു പ്രശ്നമാണ്.
2022 ഒരു ചെറിയ ഇടവക 117 ഇടവകളുള്ള കുടുംബങ്ങളുള്ള ഇടവകയില് വന്യമൃഗങ്ങളുടെ ആനയുടെ കുത്തേറ്റ് ആ ഇടവകയിലെ ഒരു സഹോദരൻ മരിച്ചു, ഒരു കുടുംബാംഗം മരിച്ചു. കൃഷിയെല്ലാം നശിപ്പിച്ചു കളയാണ്, കാട്ടാനകൾ ഇറങ്ങി നശിപ്പിക്കുക. 117 ക്രിസ്തീയ കുടുംബങ്ങളുള്ള ആ വനാന്തരത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയാണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് നമ്മളെ വളരെ സമീപിക്കാറുണ്ട്. നമ്മുടെ വികാരിച്ച് ഇംഫാലിന്റെ ദേശീയ ഡയറക്ടറാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിമാരെ, സംസ്ഥാന മന്ത്രിമാരെ, ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കണ്ട് അവരെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഈ അവസ്ഥയിൽ നിന്ന് കർഷകർക്ക് മോചനം കൊടുക്കണം, എല്ലാവരും അത് സ്വീകരിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ല. ഇതാണ് നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് 2022 ഇടവകയിലെ ഒരു സഹോദരനെ ആന കുത്തി കൊന്നു. കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള കൊച്ചി ഇടവകയിലെ വികാരിയച്ഛൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാം പള്ളിയിലേക്ക് വരിക, കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും പള്ളിയിലേക്ക് കൊണ്ടുവരിക. കർത്താവിന്റെ സന്നിധിയിൽ ദീനകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് രാത്രിയും പകലും നമുക്ക് ആരാധിക്കാം. രാവും പകലും കർത്താവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. 40 ദിവസം തുടർച്ചയായി രാവും പകലും ആ ഇടവകയിലെ ജനങ്ങള്, കൊച്ചു കുട്ടികളടക്കം മാറി മാറി രാപകൽ ദൈവാരാധന നടത്തി. 2023 ആ ഇടവകയിലെ ഒരു പ്രദേശത്തും കാട്ടാന ഇറങ്ങിയില്ല. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന കേട്ട് മറ്റ് മതസ്ഥരും പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. ഇവരുടെ പ്രാർത്ഥന കാരണം ആനകൾ പോലും വരുന്നില്ല. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫലമുണ്ട് എന്ന കാര്യം ഓർക്കണം. വിശ്വാസത്തിന്റെ ശക്തമായ അനുഭവമാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ കർത്താവ് യേശു മിശിഹ അന്നും ഇന്നും നാളെയും ഒരാളാണ്. അവൻ ജീവിപ്പിക്കുന്നവനാണ്. വിശ്വാസത്താൽ ഇത് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നു. വിശ്വാസത്തിന്റെ ശക്തിയാണ് കർത്താവായ യേശു മിശിഹ ജീവിക്കുന്നവനാണ്. അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. അതാണ് ഉച്ചതനായ ഈശോയിൽ വിശ്വാസം അർപ്പിക്കാനായിട്ട് കഴിയുക. ആ വിശ്വാസത്തിൽ ജീവിക്കുക, ആ വിശ്വാസത്തിൽ നടക്കുക. അതിന് സാധിച്ചാൽ വലിയ ദൈവാനുഗ്രഹമാണ്. ഈശോയുടെ സാന്നിധ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അവൻ ജീവിക്കുന്നു ഇവിടെ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഉണരുക, പ്രശോഭിക്കുക, പ്രകാശം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. വലിയൊരു സത്യത്തെ ബോധ്യപ്പെടുത്തുക. വിശ്വാസത്തോടുകൂടി ദേവാലയത്തിൽ വരാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ആർക്കും കർത്താവായ ഈശോ ജീവിക്കുന്നവനാണെന്നും ജീവിപ്പിക്കുന്നവനാണെന്നും അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് സത്യമാണ്. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധിക്കും എന്ന കാര്യം സംശയമില്ല. കാരണം കർത്താവായ ഈശോ എന്നും ജീവിക്കുന്നവനാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുക. നമ്മുടെ ശക്തിയിലല്ല, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹ അവനാണ് രക്ഷകൻ. അപ്പോസ്തല നടപടി 4:12 വചനം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല. ഇത് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ
നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായിട്ട്. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. ഇത് പരിപൂർണ സത്യമാണ്. ഈ സത്യം ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവര്. ആ ചെറിയ ഗ്രാമത്തിലെ മനുഷ്യരുടെ പ്രാർത്ഥന കേട്ട് മറ്റു മതസ്ഥരും ഈ ദേവാലയത്തിലേക്ക് വന്നു. ഇവരുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ സാധിക്കും, വന്യമൃഗങ്ങളെ ഇണക്കാൻ സാധിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയിൽ. ഈ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായി. അതുകൊണ്ട് അവരും ദേവാലയത്തിലേക്ക്, ഈശോയുടെ പക്കലേക്ക് വന്നു. ഉത്ഥാനം ചെയ്തതിന്റെ അനുഭവത്തിലേക്ക്, മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ഉത്ഥാന അനുഭവം ഉണ്ടാകും. അതാണ് പാവപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ചത്. ഈ ലോകത്തിന്റെ ശക്തിയിലല്ല, ദൈവത്തിന്റെ ശക്തിയിൽ അവര് ബോധ്യപ്പെടുക. കർത്താവായ ഈശോ ഇവിടെ ജീവിക്കുന്നു. നമ്മളെല്ലാം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മോടൊപ്പമുണ്ട്. ഒരു മനുഷ്യനോട് പറഞ്ഞു, അദ്ദേഹം ഒരു ജില്ലയിലെ പ്രമുഖനായ ഒരു കായിക താരമാണ്. ബോഡി ബിൽഡിംഗിൽ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ 45 വയസ്സ് ഉള്ള അവസരത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ കായിക താരമാണ്. ഓടി നടന്ന മനുഷ്യൻ, ഓട്ടം ചാട്ടത്തിലെല്ലാം സമ്മാനങ്ങൾ ധാരാളം വാങ്ങി അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ ട്രോഫികളാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ശക്തമായ ഒരു കായിക താരം. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലിൽ മുറിവുണ്ടായി. ആ മുറിവ് ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു വിരൽ മുറിക്കണം. വിരൽ മുറിച്ചു, പക്ഷെ പ്രശ്നം അവിടെ നിന്നില്ല. വീണ്ടും ഡോക്ടർമാർ പറഞ്ഞു കാല് മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിക്കണം. അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. എന്റെ കാലാണ് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ശക്തി എന്ന് പറയുന്നത്. ഈ കാലുകൊണ്ടാണ് ഞാൻ ഓടി ഈ സമ്മാനം എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാല് പോകുക എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ എനിക്ക് ഇനി എങ്ങനെ പറ്റും? എന്റെ കാലിലാണ് എന്റെ വിജയം മുഴുവൻ. ഇതുകൊണ്ട് കാലില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വന്നു. പക്ഷെ പ്രാർത്ഥനയില്, അനേകരുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം അവസാനം കാല് മുറിക്കാൻ സമ്മതിച്ചു. കാല് മുറിച്ചു. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം വെപ്പുകാല് വെച്ചു. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ വെപ്പുകാല് വെച്ച് നടക്കാൻ പറ്റി. പിന്നീട് ആദ്യമായിട്ട് വെപ്പുകാലമായിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ഇടവോ പള്ളിയിൽ വന്നു. ആ കുർബാന കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിതാവേ, ഇന്ന് 45 വർഷം എന്റെ ഇടവോ പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈശോയെ കണ്ടിട്ടില്ല. കാലില്ലാത്തവനായിട്ട് ഇന്ന് ബലിയർപ്പിച്ചപ്പോൾ എനിക്ക് 100% മനസ്സിലായി പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്. ഞാൻ വിചാരിച്ചത് എന്റെ ശക്തി മുഴുവൻ എന്റെ കാലിലാണെന്നാണ്. കാല് പൊളിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ജീവിക്കുന്നു, ഞാൻ നടക്കുന്നു. പഴയതുപോലെ വണ്ടി ഓടിച്ച് സാധാരണ നടക്കുകയാണ്. 100 കിലോമീറ്റർ വണ്ടി ഓടിച്ച അദ്ദേഹം എന്റെ അടുത്ത് വന്നു. ഈ കാലമായിട്ട്, വെപ്പുകാലമായിട്ട് ഈശോ ജീവിപ്പിക്കുന്നവനും ജീവിക്കുന്നവനുമാണെന്ന് വിശ്വസിക്കാനായിട്ട് പറ്റിയത് കാലില്ലാതായപ്പോഴാണ്. അതുവരെ അദ്ദേഹം ദേവാലയത്തിൽ വന്ന് കൈ കെട്ടുന്നത് കുർബാന കണ്ട മനുഷ്യനാണ്. കൈ കെട്ടുന്നത് കുർബാന കണ്ട് ഒരു സാമൂഹിക ആചാരം പോലെ വന്നു പോകുന്നു. തന്റെ ജീവിതത്തെ സ്പർശിച്ചിട്ടില്ല. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്. പരമ്പരാഗതമായി കിട്ടിയ ഒരു വിശ്വാസം, അതുമായിട്ട് വന്നു പോയി. അതിൽ കൂടുതലൊന്നും ദേവാലയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി, കർത്താവായ
പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് ദൈവം ജീവിക്കുന്നവനാണ്. ഈ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ ഈ മലയിൽ പാറയിൽ നടക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടാകും, ഈ നാട്ടിൽ സംഭവിക്കും. അതിന് കർത്താവായ യേശു ജീവിപ്പിക്കുന്നവനുമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ പറയണം, ആ വിശ്വാസത്തിൽ ജീവിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ജെറുസലേമിലേക്ക് പോകുന്നതിന് പകരം നേരെ എതിർവഴിയിൽ പോവുകയാണ്. എമ്മാവൂസിലേക്ക് ഈശോ കൂടെ വന്ന് അവരോട് വചനം പറഞ്ഞു. മോശ മുതൽ പ്രവാചകന്മാർ മുഴുവൻ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈശോ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. പിന്നീട് പ്രാർത്ഥന കൊടുത്തപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ ഈശോയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈശോയെ കണ്ട് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചത് ഈ വചനം കിട്ടി ഈശോ അവർക്ക് അപ്പം മുറിച്ച് കൊടുത്തപ്പോഴാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അത് അനുഭവിക്കുകയാണ്. ഈശോ ജീവിപ്പിക്കുന്നവരാണ്. ഇവിടെ ദൈവത്തിന്റെ ഈ അത്ഭുതകരമായ കാര്യങ്ങള് സന്തോഷത്തോടെയും ആവേശത്തോടെയും ഉത്സാഹത്തോടെയും കൂടി പറയാനും കേൾക്കാനും പങ്കുവെക്കാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും. ദൈവരാജ്യ അനുഭവമായിട്ട് മാറും. ഈ ദൈവരാജ്യ അനുഭവത്തിലേക്കുള്ള സ്നേഹപൂർവമായ വെളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉണർന്നിരിക്കാം, ആവേശത്തോടുകൂടി നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് അനുഭവിച്ചറിയാൻ കർത്താവ് നമുക്ക് കൃപ തരും. അതിന് ഉണർവുള്ളവരായിരിക്കുക, നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ ജീവിക്കുക. അതിന് വേണ്ടി നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വരാൻ സാധിച്ചതിൽ ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് എന്നോട് വളരെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമുള്ള വിളി സ്വീകരിച്ചാണ് ഇവിടെ ഇന്ന് വരാൻ സാധിച്ചത്. അലയത്തിപ്പാറ ഇടവക നല്ല ഒരു ഇടവകയാണ് എനിക്കറിയാം. വികാരിച്ചോട് ചേർന്ന് കൈക്കാരന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് വിശ്വാസ പരിശീലകരും, അധ്യാപകരും, എല്ലാ കുടുംബാംഗങ്ങളും നിങ്ങൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സ്നേഹമുള്ള ഒരു സമൂഹമായി നിൽക്കുകയാണ്. ഈ സ്നേഹം കൂടുതൽ വർത്തമാനമാക്കാൻ വരും കാലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. എല്ലാവരോടും ദൈവകൃപ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും ഇടവകയും സമർത്ഥമായി